ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉഴവൂർ സപ്ലൈകോയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. സബ്സിഡി വെട്ടിക്കുറച്ചതിലും അവശ്യ സാധനങ്ങളുടെ ലഭ്യത കുറവിലും പ്രതിഷേധിച്ചായിരുന്നു ധർണ. ഉഴവൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ആം ആദ്മി പാർട്ടി പ്രസിഡന്റുമായ ജോണിസ് പി സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സപ്ലൈകോയിലെ സബ്സിഡി വെട്ടിക്കുറച്ച നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് ജോണിസ് പി സ്റ്റീഫൻ പറഞ്ഞു. 228 രൂപയുടെ വർധനമാണ് ഒറ്റയടിക്ക് കേരളത്തിലുണ്ടായിരിക്കുന്നത്. പച്ചരി കഴിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ പോലും അതിന് കൂട്ടി 3 രൂപ, 23 രൂപയുണ്ടായിരുന്ന പച്ചരിക്ക് 26 രൂപ വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സാധാരണക്കാരെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കുകയും അങ്ങേയറ്റം അപകടകരമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. പെൻഷൻ മാത്രം വരുമാനമുള്ള ആളുകൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. എല്ലാ കാലത്തും ഞങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്ന അഭിമാനത്തോട് പറഞ്ഞിരിക്കുന്ന കേരളത്തിലെ ഉദ്യോഗസ്ഥരുടെ ശമ്പളം പോലും സ്തംഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധി, ഗുരുതരമായ ഒരു സാഹചര്യം, സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം കേരളത്തിലുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, എന്താണ് ആം ആദ്മി പാർട്ടി മുൻപോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രം എന്നുള്ളത്. പലപ്പോഴും നമുക്കറിയാം, നിരയെ പ്രത്യയശാസ്ത്രങ്ങളുള്ള പാർട്ടികളാണ് കേരളത്തിലുള്ളത്. വർഷങ്ങളായിട്ട് പ്രത്യയശാസ്ത്രങ്ങളുടെ പേര് നിലനിൽക്കുന്ന പാർട്ടികളുണ്ട്. എന്നാൽ ഈ പാർട്ടികളെല്ലാം എത്രയോ മനോഹരമായിട്ട് തങ്ങളുടെ പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്നും വഴുതി മാറുന്നത് നമ്മൾ കാണുന്നു. പ്രിയമുള്ളവരെ, ആം ആദ്മി പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്, ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ ജീവനിന്ദിയായിട്ടുള്ള പ്രശ്നങ്ങൾ, അവരുടെ കണ്ണീരൊപ്പില്ല, അവരുടെ വേദനയുള്ളവരോട് ചേർന്നില്ല, സമൂഹത്തിലെ അനീതിക്കും അക്രമത്തിനുമെതിരെ ഇടപെടുക. നിയോജക മണ്ഡലം സെക്രട്ടറി വിനോദ് കെ ജോസ്, ഷിജു തോമസ്, ജേസൺ അമ്മായി കുന്നൽ, സനീഷ് ഒക്കാട്ട്, സ്റ്റീഫൻ ആനാലിൽ, ബിനു പീറ്റർ, വാർഡ് പ്രതിനിധി ജോണി മുണ്ടിയാനിപ്പുറം എന്നിവർ നേതൃത്വം നൽകി.